വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്ര മെച്ചപ്പെട്ടു. 10 കൊല്ലം മുമ്പ് നിങ്ങളെ കണ്ട ഇരുമ്പിളിയം ഗവൺമെന്റ് ഹൈസ്കൂളാണോ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്? 10 കൊല്ലം മുമ്പ് നിങ്ങളെ കണ്ട കരിപ്പോൾ ഗവൺമെന്റ് ഹൈസ്കൂളാണോ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്? 10 കൊല്ലം മുമ്പ് നമ്മളെ കണ്ട ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണോ ഇപ്പോൾ നമ്മൾ കാണുന്നത്? പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ് റൂമുകളും തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും കൊണ്ട് ശുദ്ധിയില്ലാതെ വൃത്തിഹീനമായി കിടന്നിരുന്ന സ്ഥലങ്ങളായിരുന്നില്ലേ നമ്മളുടെ വിദ്യാലയങ്ങൾ? പെൺകുട്ടികൾക്ക് മൂത്രമൊഴിക്കാൻ ഒരു സൗകര്യം ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിൽ ഉണ്ടായിരുന്നോ 10 കൊല്ലം മുമ്പ്? ഇന്ന് പോയി നോക്കൂ നിങ്ങൾ. എയ്ഡഡ് സ്കൂളുകളെക്കാൾ ഗംഭീരമായി നമ്മുടെ സർക്കാർ സ്കൂളുകൾ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു. 62 ലക്ഷത്തിലധികം ആളുകൾക്ക് 2000 രൂപ വെച്ച് പെൻഷൻ. ആര് കൊടുക്കും അത്? ഇടതുപക്ഷ മുന്നണിക്ക് ഭരണമില്ലാതെ പോകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം 62 ലക്ഷം മനുഷ്യരുടെ പ്രതീക്ഷയുടെ മേൽ മണ്ണിട്ട് മൂടുന്നു എന്നുള്ളതാണ്. 2000 രൂപ നൽകപ്പെടുന്ന പെൻഷൻ അന്ന് നിൽക്കും. 600 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാതെ 18 മാസം കുടിശ്ശികയാക്കി ഇറങ്ങിപ്പോയവരാണ് UDF-കാർ. അവരെങ്ങനെ 2000 കൊടുക്കും? ഇന്നിതാ 10 ലക്ഷത്തിലധികം വരുന്ന കുടുംബിനികൾക്ക്, വീട്ടമ്മമാർക്ക് 1000 രൂപ വെച്ച് മാസമുള്ള പെൻഷൻ അവരുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കുന്നു. വെറുതെ പറയുന്നതല്ല. അപേക്ഷിച്ച 10,80,000 വരുന്ന വീട്ടമ്മമാർക്കാണ് 1000 രൂപ വെച്ച് വർഷത്തിൽ 12,000 രൂപ ഈ സർക്കാർ പെൻഷൻ കൊടുക്കുന്നത്. എല്ലാവർക്കും ആനുകൂല്യങ്ങൾ, എല്ലാ വിഭാഗം ആളുകൾക്കും ആനുകൂല്യങ്ങൾ. ഇതിലപ്പുറം ഒരു സർക്കാർ എന്ത് ചെയ്യണം?